നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ തലേന്ന് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരവും വചന സന്ദേശവും ഉണ്ടായി. ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. പെരുന്നാൾ സന്ദേശവും നൽകി. തുടർന്ന് പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ച് വിശ്വാസികൾ പെരുന്നാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. എൽദോമോർ ബസേലിയോസ് ചാപ്പലിൽ ധൂപപ്രാർത്ഥന നടത്തി. തുടർന്ന് ആശീർവാദവും സ്നേഹവിരുന്നും ഉണ്ടായി. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ 45ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 45ാമത് പാലക്കാട് ജില്ലാ സമ്മേളനത്തിനാണ് പട്ടാമ്പിയിൽ വേദിയായത്. പട്ടാമ്പി ശങ്കരമംഗലം ബോഗൺവില്ല ഹെറിറ്റേജ് കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടന എന്നുള്ള നിലക്ക് അത് ശക്തമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ മാത്രമല്ല കോടതിയിൽ പോവുകയും അതുപോലെയുള്ള വ്യാജന്മാരെ നിയന്ത്രിക്കാനുള്ള കോടതി വിധി ഹൈക്കോടതിയിൽ നിന്നും പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും വാങ്ങി. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. 2020-21 കാലത്ത് കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് നിലവിൽ വന്നത്. അതിനു മുമ്പ് നമുക്കറിയാം തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ ആക്റ്റും അതോടൊപ്പം തന്നെ മലബാർ മേഖലയിൽ മറ്റൊരു ആക്റ്റുമാണ് നിലനിന്നിരുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾക്ക് B ക്ലാസ് രജിസ്ട്രേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ ചില വ്യാജന്മാർക്കൊക്കെ കയറി പറ്റാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ 2021 നിയമം പാസ്സായതിനു ശേഷം വളരെ കൃത്യമായി ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേണ്ട യോഗ്യതകളും അതിൻ്റെ രജിസ്ട്രേഷനും ഒക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നു. കേരളത്തിലാകെ ഒറ്റ നിയമമായി വരികയും ചെയ്തു. ഈ സംഘടനയുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി കൂടിയാണ് അങ്ങനെ ഒരു നിയമം വന്നത്. ആ നിയമസഭയിൽ ഞാനും ഉണ്ടായിരുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഡോക്ടർ PK ഹരിദാസ്, ഡോക്ടർ H കൃഷ്ണകുമാർ, ഡോക്ടർ സൗമ്യ ഫിലിപ്പ്, ഡോക്ടർ MK അനില, KS അനകാമൃത, സാന്ദ്ര ജോയ്, ഡോക്ടർ P ജയറാം, ഡോക്ടർ P സതീഷ് കുമാർ, ഡോക്ടർ K നാരായണൻകുട്ടി, ഡോക്ടർ PM ദിനേശൻ, ഡോക്ടർ E ബാസിംഗ്, ഡോക്ടർ P രചന, ഡോക്ടർ KPS മുഹമ്മദ് സലീം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള ആയുർവേദ മണ്ഡലം എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ചെറുപ്പക്കാരായ 4 പേർ ഇറങ്ങി വന്ന് തുടങ്ങിയ AMA എന്ന് പറയുന്ന 1968 സ്ഥാപിച്ച ആ സംഘടനയിൽ നിന്ന് പിന്നീട് തെക്ക് ഉണ്ടായിരുന്ന മറ്റൊരു സംഘടനയുമായി NAMA എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുമായി ചേർന്ന് 1978 ഈ സംഘടന രൂപീകരിക്കുമ്പോൾ അന്ന് മുതൽ ആ കാലഘട്ടം മുതൽ 68 മുതൽ നമ്മൾ തുടങ്ങിയ ഫൈറ്റിംഗാണ് വ്യാജവൈദ്യത്തിനെതിരെ. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ നിരവധി കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെയായി നടത്തിയത്. 2018 വളരെ ചരിത്രപ്രധാനമായ സുപ്രീം കോടതി വിധിയും 2020 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ടിലെ സെക്ഷൻ 38, അതായത് ഗവൺമെൻറ്റിന് പ്രത്യേക അധികാരം കൊടുക്കുന്ന, താല്പര്യമുള്ള ആളുകൾക്ക് ചികിത്സാ അനുമതി കൊടുക്കാനുള്ള പ്രത്യേക അധികാരം കൊടുക്കുന്ന വകുപ്പ് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ആ വകുപ്പ് എടുത്തു കളഞ്ഞു. സംഘടനാ സമ്മേളനത്തിൽ ഡോക്ടർ BK കോമളം അധ്യക്ഷയായിരുന്നു. ഡോക്ടർ M അർജുൻ, ഡോക്ടർ M വത്സല ദേവി, ഡോക്ടർ MA അസ്മാബി, ഡോക്ടർ ആരതി ലക്ഷ്മി, ഡോക്ടർ TV നിഷ, ഡോക്ടർ കേശവ് പ്രസാദ്, ഡോക്ടർ സ്മിത ജോജി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ അപസ്മാരം ബാധിച്ച് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ യുവാവിന് ഗുരുതര പരിക്കേറ്റു.
കോക്കൂർ ചിയ്യാനൂർ ചേമ്പിലക്കടവിൽ മോനുട്ടി മകൻ നിസാറിനാണ് പരിക്കേറ്റത്. ബൈക്ക് ഓടിക്കുന്നതിനിടെ അപസ്മാരം ബാധിച്ചതിനെ തുടർന്ന് വാഹനം നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്ത മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിസാറിനെ പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണിയോടെ അൻസാർ സ്കൂളിന് മുൻവശത്തായിരുന്നു അപകടം. നിസാർ പെരുമ്പിലാവ് ഭാഗത്തു നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്നു. പരിക്കേറ്റ നിലയിൽ റോഡരികിൽ കിടന്നിരുന്ന നിസാറിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തിരുമിറ്റക്കോട് കറുകപ്പുത്തൂർ പള്ളിപ്പടിയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. HMC വെറൈറ്റി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ പരിപാടി. ഇതോടൊപ്പം അംഗങ്ങൾക്കുള്ള ജേഴ്സി വിതരണവും സംഘടിപ്പിച്ചു. കറുകപ്പുത്തൂർ പള്ളിപ്പടിയിലാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. പള്ളിപ്പടി HMC വെറൈറ്റി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ പരിപാടി. ഇതോടൊപ്പം അംഗങ്ങൾക്കുള്ള ജേഴ്സി വിതരണവും സംഘടിപ്പിച്ചു. ചാലിശ്ശേരി CI സതീഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ തരത്തിലുള്ള കളികളും അന്ന് നാട്ടുമ്പുറത്തുള്ള എല്ലാ കളികളും നമ്മൾ കളിക്കുന്നു. പമ്പൻകുത്ത്, ഗോലിക്കളി, അവർക്ക് ഈ മാസ്, ഏറുപന്ത് കളി, അവർ ക്രിക്കറ്റ്, ഫുട്ബോൾ, എല്ലാ തരത്തിലുള്ള കളികൾ സജീവമായിട്ട് കളിക്കുന്നു. അന്നപ്പോ ഒരു ആരോഗ്യകരമായ ഒരു തലമുറ നമുക്കുണ്ടായി. അപ്പൊ നമുക്ക് മറ്റു രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ വഴിമാറി കൊടുക്കാതെ നമ്മുടെ ചിന്തകൾ ഇപ്പം കളിക്കളങ്ങളിലായിരുന്നു. പല രീതിയിലുള്ള കളികൾ കളിക്കുക, നല്ല ചൂടുള്ള സമയത്ത് വീണ്ടും റമ്മി പോലത്തുള്ള നേരം പോക്കിന് ക്യാരംസ് പോലെയുള്ള കളികൾ കളിക്കുക, അത്തരത്തിലുള്ള വിനോദങ്ങളിൽ നമ്മളെ ഏർപ്പെടുത്തും. പക്ഷെ കാലഘട്ടം മാറിയതിനനുസരിച്ച് നമ്മുടെ കളിക്കളങ്ങൾ ഇല്ലാതെ അത് പലതരത്തിലും ഇപ്പൊ നാട്ടുമുറങ്ങളായാലും നമ്മുടെ നഗരപ്രദേശങ്ങളിലാണെങ്കിലും കളിക്കളങ്ങളിൽ ലഭ്യത കുറഞ്ഞുപോയി. കാരണം നമ്മുടെ ജനസാന്ദ്രത വർദ്ധിക്കുന്നതനുസരിച്ച് കളിക്കളങ്ങളെല്ലാം മാറി അവിടെ പുതിയ പുതിയ ബിൽഡിങ്ങുകളും വീടുകൾക്കും വന്നവിടെ കളിക്കളങ്ങൾ നമ്മളെ ഇല്ലാതായി. അപ്പൊ കുട്ടികൾക്കും കളിക്കളം ഇല്ലാതായപ്പോ അവരുടെ ഒരു വിനോദം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങിപ്പോയി. തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ അധ്യക്ഷനായിരുന്നു. വത്സൻ, സുലൈമാൻ, മുസ്തഫ, പി നൌഫൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികൾക്കാണ് ജേഴ്സികൾ വിതരണം ചെയ്തത്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ വട്ടോളി ചാത്തന്നൂർ റോഡിലെ അമേരിക്കപ്പടി ബസ് സ്റ്റാൻഡിന് സമീപത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. സമീപത്തെ വീട്ടുകാർക്കും കുടിവെള്ളം പാഴാകുന്നത് ദുരിതം സൃഷ്ടിക്കുകയാണ്. തിരുമറ്റക്കോട് പഞ്ചായത്തിലെ വട്ടോളി ചാത്തന്നൂർ റോഡിൽ അമേരിക്കപ്പടി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. മാസത്തോളമായി ഈ വിധത്തിൽ ഇവിടെ കുടിവെള്ളം പാഴാകുന്നുണ്ടെന്നാണ് പരാതി. പ്രദേശത്തെ കുടുംബത്തിന്റെ വീടിന് മുന്നിൽ കൂടിയാണ് ഈ വിധം റോഡിൽ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെയാണ് ഇവിടെ കുടിവെള്ളം പാഴാകുന്നത്. മൊത്തത്തിൽ 6 മാസം കഴിഞ്ഞു. അന്ന് അതിലിടക്കൊന്നും വെള്ളം നിന്നു. എന്നിട്ട് 2ാം പ്രാവശ്യം പിന്നെ തുടങ്ങിയതാ. അവര് നോക്കിയപ്പോ പിന്നെ വെള്ളം ലാസ്റ്റ് നോക്കുമ്പോ പിന്നെ വെള്ളം നിന്ന് അപ്പൊ പിന്നെ അവർ പോയത്. എന്നിട്ട് പിന്നെ 2ാം പ്രാവശ്യം പിന്നെ അവർ വന്നു. ഇതുവരെ വന്നിട്ടില്ല. അവര് 2ാം പ്രാവശ്യം തരാന്ന് പറഞ്ഞു. നഗറിന്റെ അവിടുന്ന് ഒരു പൈപ്പ് നേരാക്കണ കണ്ടപ്പോ അവരോട് പറഞ്ഞു. അപ്പൊ അന്ന് ഞങ്ങൾ ശരിയാക്കിയതല്ലേ ചോദിച്ചു, അതേന്നും പറഞ്ഞു. നോക്കിയതല്ലേ ചോദിച്ചു, അതേന്നും പറഞ്ഞു. ഞങ്ങൾ വരാമെന്നും പറഞ്ഞു. ഇത് ഇപ്പൊ ഇട്ട ഈ വെള്ള പൈപ്പ് അല്ലാതെ അടിയിലുള്ള വലിയ പൈപ്പാണെന്ന് പറഞ്ഞു. അതിനാവാനാ സാധ്യത പറഞ്ഞു. എല്ലാ സമയത്തും പോകുന്നുണ്ട്. രാത്രിയും പോകുന്നുണ്ട്, പിന്നെ പകലും പോകുന്നുണ്ട്. രാവിലെ എണീച്ച് നോക്കുമ്പോ പുറത്ത് വന്ന് നോക്കുമ്പോ വെള്ളങ്ങൾ പോകുന്നുണ്ടാവും.
കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിധം കുടിവെള്ളം പാഴാകുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. മാത്രവുമല്ല, വീട്ടിലേക്ക് ഇതിൽ നിന്നുമുള്ള ചളിവെള്ളം തെറിക്കുന്നതായും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. മതിലിന്റെ മുളക് ചളി എറിച്ചിട്ട് ആകെ നാശായിക്കുന്നു. പിന്നെ അവിടെ നേരിട്ടൊക്കെ ആവും. ഈ ചളി തെറിക്കുന്ന കൂടുതലായപ്പോഴാണ് ഞാൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് മെറ്റല് അവിടെ കൊണ്ടിട്ടത്. അതുകൊണ്ട് ഈ ചളി തെറിക്കുന്നതിന് കുറച്ച് സമാധാനമുണ്ട്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഒരു തവണ ഇവിടെ വന്ന് പൈപ്പ് ലൈൻ നേരാക്കിയെങ്കിലും അത് പൂർണ്ണമായും പ്രശ്നം പരിഹരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മാസങ്ങളോളമായി ഈ വിധത്തിൽ കുടിവെള്ളം പാഴായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും വേണ്ട നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം മെയ് 21-ന് മലപ്പുറം ചങ്ങരംകുളത്ത് നടക്കും. സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ചങ്ങരംകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന സംഘാടക സമിതി യോഗം KMPU സംസ്ഥാന ട്രഷറർ ഷാഫി ചങ്ങരംകുളം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ദാസ് കോക്കൂർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KG സണ്ണി, ജില്ലാ ട്രഷറർ ഇസ്മയിൽ പെരുമണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. വി സെയ്ദ് ചെയർമാൻ, സുവീഷ് ബാബു കൺവീനർ, ഷാഫി ചങ്ങരംകുളം ട്രഷററായും 51-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി. ചങ്ങരംകുളം മൂക്കുതലയിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂക്കുതല അമ്പലപ്പടിയിൽ താമസിക്കുന്ന 60 വയസ്സുള്ള അരിയല്ലി എന്ന ബാലനാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. വീട്ടിലുണ്ടായിരുന്ന മകൾ വസ്ത്രം കഴുകുന്നതിന് പുറത്തുപോയി വന്ന് നോക്കിയപ്പോഴാണ് ഇയാളെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചങ്ങരംകുളം SI ബാബു ജോർജിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പരേതയായ ചന്ദ്രികയാണ് ഭാര്യ. ശുഭ, സുഭാഷ്, സുബി എന്നിവർ മക്കളാണ്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.